നമസ്കാരം. ട്രംപും ഇസ്രായേലും കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഗാലറിയിലിരുന്ന് കൈയടിക്കുകയാണ്. ഇറാനെ തകർത്ത് ഖുമേനി കൊല്ലപ്പെട്ടു. ഇവിടെ ഉള്ളവർക്കൊന്നും ഈ യുദ്ധത്തിൻ്റെ കഴപ്പ് മനസ്സിലാവില്ല. ഈ സെക്കൻഡ് വേൾഡ് വാർ ഒന്ന് ചിന്തിച്ചാൽ മതി. ഹാരി ട്രൂമൻ, റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ, ഹിറ്റ്ലർ, ഇവരൊക്കെ കഴപ്പ് മാറ്റിയതാണ്. കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ച്, ലക്ഷങ്ങൾ അനാഥരായി, ലക്ഷങ്ങളെ കാണാണ്ടായി, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അംഗവൈകല്യം വന്ന്, പട്ടിണി, ദുരിതം. ഈ 3-4 അവന്മാരുടെ കഴപ്പാണ് ആ സെക്കൻഡ് വേൾഡ് വാർ. ഇപ്പം ഇതിൻ്റെ റീസൺ എന്താണെന്ന് മിക്കവർക്കും അറിയില്ല. ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അവരുടെ അടുത്ത് അണവായുധം ഉണ്ടായാലും ലോകത്തിന് ഭീഷണിയാണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയണത്. പിന്നെ അവിടുത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടുണ്ട്. അതവരുടെ ആഭ്യന്തര പ്രശ്നം. പിന്നെ അവരുടെ കയ്യിലിരിക്കുന്ന വെപ്പൺസ് അപകടമാണെങ്കിൽ ട്രംപൊക്കെ ഒരേ ആൾക്കാർ തന്നെയല്ലേ. ഇവരുടെ അടുത്തുള്ള വെപ്പൺസുകളുടെ ഹുങ്ക് കൊണ്ടാണല്ലോ ഇപ്പോൾ വെനിസ്വേലയിൽ അവിടുത്തെ പ്രസിഡൻറ്റിനെ വരെ പിടിച്ചുകൊണ്ട് പോയി. എല്ലാ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വരെയും ട്രംപ് ഇടപെടുന്നുണ്ട്. ട്രംപിൻ്റെ അത്ര അപകടകാരിയാണോ ഇറാൻ? എന്തിന് നമ്മുടെ ഇന്ത്യ എവിടെ നിന്നൊക്കെ എണ്ണ വാങ്ങണമെന്ന് വരെ തീരുമാനിച്ചത് ട്രംപാണ്. എന്നിട്ട് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപ് ആക്രമിക്കാത്ത, പ്രശ്നം ഉണ്ടാക്കാത്ത എവിടെ? ഇപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം തന്നെ ചോരയിലുണ്ടായതാണ്. അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഉണ്ടായതൊക്കെ റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ആ നാട്ടുകാർ, അവരെ എല്ലാവരും കൊന്നു കളഞ്ഞിട്ട് ഇവരവിടെ മൈഗ്രേഷൻ നടത്തി സുഖമായിട്ട് ജീവിക്കുകയാണ്. യൂറോപ്യൻസും ഇസ്രായേൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. അമേരിക്ക ആരുടെ സ്വന്തമൊന്നുമല്ല. അമേരിക്കക്കാരെന്ന് പറഞ്ഞാൽ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. അവരൊക്കെ കൊന്നു കളഞ്ഞ് ചോരയിലാണ് ആ രാജ്യം ഉണ്ടായത്, രക്തം. എന്നിട്ട് ഇവരാക്രമിക്കാത്ത രാജ്യങ്ങളേതൊക്കെ ഉള്ള ഈ വിയറ്റ്നാം, കംബോഡിയ, ഒരുപാട് രാജ്യങ്ങൾ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിയറ്റ്നാമിലെ ട്രൗസർ കീറി. അതിമാരകമായിട്ടുള്ള രാസബോംബുകളൊക്കെ ഉപയോഗിച്ചത് വിയറ്റ്നാമിലാണ് അമേരിക്ക പരീക്ഷിച്ചത്. എന്നിട്ട് ഇവരാണ് പറഞ്ഞത് മറ്റവൻ്റെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ ഭയങ്കര അപകടമാണ്. നമ്മുടെ ഇന്ത്യൻ്റെ കാര്യം, നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങണം, എത്ര രൂപയ്ക്ക് വാങ്ങണം, ഇപ്പം തീരുമാനിച്ച്. ഇല്ലീഗൽ മൈഗ്രേഷൻ, അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞ് കുറച്ച് ഇന്ത്യക്കാരെ പിടിച്ചിട്ട് കൈമേലും കാലുമേലും ചങ്ങലിട്ടിട്ട് 10-23 മണിക്കൂർ ലോകം മുഴുവൻ ചുറ്റി ട്രാൻസ്പോർട്ട് വിമാനം, അതായത് പട്ടാളക്കാർക്ക് അറിയാം ട്രാൻസ്പോർട്ട് വിമാനം എന്താണെന്ന്, ചരക്കു വിമാനം, അതിലാണ് സ്ത്രീകളെയും കുട്ടികളെയും ഇന്ത്യയെ കൊണ്ടുവന്ന് ഇറക്കിയത്. എന്തോരം ധൈര്യം ഉണ്ടവന്. ഒരു പരമാധികാര രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിൽ പുള്ളികളെ പോലെ വിലങ്ങ് വെച്ചിട്ട് നമ്മുടെ മണ്ണിൽ കൊണ്ടുവന്ന് ഇറക്കി. അവനാണ് നമ്മൾ കൈയടിച്ച് കൊടുക്കുന്നത്. ഇപ്പം ഇറാനിൽ നോക്കിയേ, 80 പെൺകുട്ടികളാണ് മരിച്ചത് സ്കൂളിൽ ബോംബിട്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയണവർക്ക് അറിയും. ഒരു ചെറിയ യുദ്ധം വരെ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാകും. നമ്മളിവിടെ നോക്കുമ്പോൾ ഇറാൻ്റെ അങ്ങോട്ട് തകർത്ത് ഇങ്ങോട്ട് തകർത്ത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഞാൻ പറഞ്ഞുതരാം. ഇറാൻ ഏതായാലും നശിക്കും, അവർക്കറിയും. ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്ക ഭൂഖണ്ഡം മാത്രമല്ല, അമേരിക്കൻ്റെ ഒരുപാട് സംഭവങ്ങൾ ലോകം മുഴുവനുണ്ട്. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ തന്നെ അവരുടെ സൈനിക താവളങ്ങൾ എത്രയുണ്ട്. ഇതൊക്കെ അവർക്ക് സ്വന്തം പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് അറ്റാക്ക് വരില്ലേ. അറ്റാക്ക് വരുമ്പോഴല്ലേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് യുദ്ധം ബാധകമാകും. ഇപ്പോൾ ഇറാൻ തിരിച്ച് ഏതായാലും കേതി കെട്ടിഞ്ഞാൽ അവർ മരണ പോരാട്ടം. അവരുടെ കയ്യിലുള്ള മിസൈൽ മുഴുവൻ ഇവർ തൊടുത്തു വിടും. ഗൾഫ് മേഖലയിലുള്ള ഈ അമേരിക്കൻ്റെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് അവർ മിസൈൽ വിടുള്ളൂ. കാരണം അവിടെ നിന്നാണ് ഇവർക്ക് അറ്റാക്ക് വരുന്നത്. ഒരു ചെറിയ ചോദ്യം. കാരണം മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈൽ വിട്ടാൽ അവരുടെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യണം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നിട്ട് അമേരിക്ക ഇവരെ അറ്റാക്ക് ചെയ്താൽ പരമാധികാരം പോകണില്ല. അതെന്തോ ആയിക്കോട്ടെ. യുദ്ധത്തിൻ്റെ ന്യായവും അന്യായത്തിലൊന്നും ഞാനില്ല. യുദ്ധത്തിൽ അങ്ങനെ ന്യായവും അന്യായവും ഇല്ല. പക്ഷേ യുദ്ധം നല്ലൊരു സംഭവമല്ല. ഇതിപ്പോൾ ആർക്കാണ് ഇതിനെ കൊണ്ട് നേട്ടം ഉണ്ടായത്? നമ്മുടെ ഇന്ത്യക്കാർ 10,000 പേരുണ്ട് എവിടെ, ഇറാനിൽ. ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നമ്മുടെ ഇന്ത്യക്കാരില്ലാത്ത ഏരിയയിലെ കുവൈത്ത്, ദമാം, ഈ പറഞ്ഞ മിസൈൽ വിടുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. ഇനി കോമഡിയാണ് എന്താണെന്നറിയില്ല. ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു വാർണിംഗ് ഇങ്ങനെ നടക്കുന്നുണ്ട്.
എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യൻ പൗരന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇന്ത്യൻ സൈന്യം നോക്കിയിരിക്കില്ലെന്ന്. ഇനിയിപ്പോൾ ആരെങ്കിലും തള്ളി വിട്ടതാണെന്നറിയില്ല. പിന്നെ മിസൈൽ വരുമ്പോൾ ഇന്ത്യൻ പൗരനെ നോക്കിയിട്ടാണല്ലോ മിസൈൽ ബ്ലാസ്റ്റ് ആവുന്നത്. അവിടെ ആരൊക്കെ ഉണ്ട് അവരൊക്കെ മരണപ്പെടും. അല്ലാണ്ട് ഇന്ത്യക്കാരെ തൊട്ട ഇന്ത്യൻ സൈന്യം നോക്കിയിരിക്കില്ല, തിരിച്ചടിക്കുമെന്ന്. ഇന്ത്യൻ സേന ആരെ തിരിച്ചടിക്കുക? ഇസ്രായേലിനെ അല്ലെങ്കിൽ അമേരിക്കനെ? ഒന്നും മനസ്സിലാവില്ല. ആരുടെ അറ്റാക്കിലാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്? അവരെ തിരിച്ചടിക്കുകയാണ്. ഇതാരോ ഫേസ്ബുക്കിൽ പടച്ചു വിട്ടതാണെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മിക്ക ആൾക്കാർക്ക് യുദ്ധം എന്തിനാന്ന് തന്നെ മനസ്സിലായിട്ടില്ല. ഈ യുദ്ധം കൊണ്ട് നിരപരാധികൾ മരിക്കുമെന്നല്ലാണ്ട് ഇപ്പം ഈ 3 പേരാണ്, ആയത്തുള്ള ഖൊമേനി, നെതന്യാഹു, ട്രംപ്. ഈ 3 പേരുടെ കടുംപിടുത്തമാണ് ഇപ്പം ഇത്രയും കാഷ്വാലിറ്റി അവിടെ ഉണ്ടാവുന്നത്. ഈ 3 വ്യക്തികൾ, അവർ നമ്മളെ പോലത്തെ 3 മനുഷ്യർ, അവരുടെ വാശിയും പ്രശ്നങ്ങളുമാണ് ഇതിൻ്റെയൊക്കെ കാരണം. യുദ്ധം അത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇപ്പം ഇനിയിപ്പോൾ അവർ ഇപ്പം ഇറാൻ തീവ്രവാദികൾക്ക് സഹായം ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക തീവ്രവാദികൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ പേരിലുള്ള ആരോപണം. ഇറാന് ഇസ്രായേൽ തീവ്രവാദികൾക്ക് ഇസ്ലാമിക തീവ്രവാദികൾക്ക് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ട്രംപ് അതേപോലെ തന്നെ തീവ്രവാദം അല്ലാത്ത മറ്റു രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘടനകൾക്കൊക്കെ ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ ഒരു കളിയാണ്. പക്ഷേ യുദ്ധം ഒരിക്കലും നല്ലതിനല്ല. ഇപ്പോൾ 80 കുഞ്ഞുങ്ങളവിടെ മരണപ്പെട്ടു. അവിടേക്ക് ഇപ്പോൾ ഉള്ള രംഗങ്ങൾ അവിടെ ഒന്ന് നമ്മൾ ദൂരത്തിരുന്ന് ടി വിയിൽ ഇതൊക്കെ കാണുമ്പോൾ ഇതെന്തോ ഒരു സിനിമ കാണുന്ന ഫീലാണ്. ശരിക്കും ആ യുദ്ധരംഗത്തൊക്കെ ഫേസ് ചെയ്യുമ്പോഴാണ് മക്കളെ അതൊക്കെ അറിയുള്ളൂ. ഈ ട്രംപ് ആയിക്കോട്ടെ, നെതന്യാഹു ആയിക്കോട്ടെ, ഖൊമൈനി ആയിക്കോട്ടെ, സാധാരണ ജനങ്ങളാണ് ഇതിൽ വലയാണത്. ഒരു സംശയം വേണ്ട. ഞാനിപ്പോൾ ആരുടെ ഭാഗത്തും ഇല്ല, അതൊന്നുമില്ല. പക്ഷേ ഈ സംഭവം ഭയങ്കര ഇത് വലുതാവാണ്ട് നിന്നാൽ മതിയായിരുന്നു.